ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിൻ്റെ റൂൾ എന്താണ് ആദ്യം അത് മനസ്സിലാക്കുക. 7 കൊണ്ട് നിശേഷ ഹരണം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ സംഖ്യയുടെ അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഈ പ്രക്രിയ എന്ത് ചെയ്യണം? നമ്മൾ ഒരു 2 അക്ക സംഖ്യ ആകുന്നത് വരെ എന്ത് ചെയ്യണം? തുടരണം. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പറിൽ നമുക്കൊന്ന് അതൊന്ന് നോക്കാം. അപ്പം 2183 ആണ് അല്ലേ? അപ്പോൾ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പോൾ ഈ 3യുടെ ഡബിൾ ഏതാണ്? 3യുടെ ഡബിൾ എന്ന് വെച്ചാൽ 3യുടെ ഇരട്ടി. ഓക്കെ അല്ലേ? 3യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റു 2 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഈ 6 ഉണ്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ 218 അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ 6 ഒന്ന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും നോക്കി? 8 - 6 ചെയ്യുമ്പോൾ 2 കിട്ടും. ദെൻ ഈ 1ഉം 2ഉം അതുപോലെ താഴോട്ട് വരും. ഇപ്പം 3 അക്കം അല്ലേ? അപ്പൊ ഇത് 2 അക്കം ആവുന്നവരെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. അപ്പൊ ഇപ്പൊ ചെയ്ത സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതിൽ ഈ 212 ഏറ്റവും അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ് അല്ലെ? ഈ 2ന്റെ ഡബിൾ എടുക്കുക എന്ന് വെച്ചാൽ 2നെ ഇൻറ്റു 2 ചെയ്യുക. ആൻസർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇത് എന്ത് ചെയ്യുക? 21ൽ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ 21ൽ നിന്ന് ഈ 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 17 എന്ന് കിട്ടും അല്ലെ? ഈ 17 7ന്റെ ഗുണിതമാണോ? അല്ല, 7ന്റെ ഗുണിതമല്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത സംഖ്യ നമുക്ക് ആ ഗുണിതം ഉള്ളതാണ് എടുക്കേണ്ടത് കേട്ടോ. നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ എ നമ്മുടെ ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി. അടുത്ത ബി നോക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാം. 3935 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 5 അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? 5ന്റെ ഡബിൾ എടുക്കുക. അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ? 5ന്റെ ഡബിൾ 10 ആണ്. 393 നിന്ന് 10 മൈനസ് ചെയ്യുക. 390 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണ്? 383 എന്ന് കിട്ടും അല്ലെ? 383 എന്ന് കിട്ടും. ഇനി ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇതും 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഈ സ്റ്റെപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ 3 ആണ്. അതിന്റെ ഡബിള് എത്രയാന്ന് നോക്കുക. 6 എന്ന് കിട്ടും. അതെന്ത് ചെയ്യുക? 38 നിന്ന് മൈനസ് ചെയ്യുക. 38 നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. 32 എന്ന് പറയുന്നത് 7ന്റെ ടേബിളിലുണ്ടോ? 7ന്റെ ഗുണിതമാണോ? അല്ല. അപ്പൊ ഇതും നമ്മുടെ ആൻസർ അല്ല എന്ന് കിട്ടി. ബിയും നമ്മുടെ ആൻസർ അല്ല എന്ന് കിട്ടി. നമുക്ക് സി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ സി നോക്കുമ്പോൾ സിയുടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 6265 ആണ്. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റിനെ സെപ്പറേറ്റ് ചെയ്തു, ഇൻറ്റു 2 ചെയ്തു, നമുക്ക് 10 കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു? 626 ഈ 10 എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 616. ഓക്കെ, 616 എന്ന് കിട്ടും. വീണ്ടും സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അവസാനത്തെ അക്കത്തിന് സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് ഇൻറ്റു 2 ചെയ്തു, നമുക്ക് 12 കിട്ടി. ഈ 12 എന്ത് ചെയ്തു? 61ൽ നിന്ന് മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ ബോറോയിങ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് കിട്ടും? 49 എന്ന് കിട്ടും. 49 7ന്റെ ഗുണിതം അല്ലേ? 7ന്റെ 7 ആണ് 49 അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് കിട്ടി. പിന്നെ ഓപ്ഷൻ ഡി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ നമുക്ക് 7ന്റെ ഗുണിതമായിരിക്കില്ല കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.